Question. Mean and standard deviation of 100 items are calculated by a student as 40 and 5. While calculating, items are taken as 40 and 50 instead of 60 and 30. Find the correct mean and variance. നമുക്ക് തന്നിരിക്കുന്നത് 100 ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 100 ആണ്. 100 ഒബ്സർവേഷനുകളുടെ അല്ലെങ്കിൽ 100 ഐറ്റങ്ങളുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ബാർ. എക്സ് ബാർ എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 40 എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് കിട്ടിയിരുന്നത് 5 ആണ്. അപ്പോഴാണ് നോക്കുമ്പോൾ മനസ്സിലായത് രണ്ട് ഐറ്റംസ് നമ്മൾ തെറ്റായിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 40യും 50 ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് എടുക്കേണ്ട ആളുകൾ ആരായിരുന്നു? 60യും 30യും. അപ്പൊ അതിന് പകരം നമ്മൾ തെറ്റായിട്ട് 40 ആൻഡ് 50 ആണ് എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ഈ മീനിനെയും വേരിയൻസിനെയും കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആയിരുന്നുവെങ്കിൽ അതിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ വേരിയൻസ് 25 ആണ്. അപ്പൊ ഇത് തെറ്റായിട്ട് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ കറക്ഷൻ നടത്തുമ്പോൾ എവിടുന്നാണ് കറക്ഷൻ തുടങ്ങേണ്ടത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അല്ലെ? അപ്പം മീനിനെ കറക്റ്റ് ചെയ്യണം. അപ്പം മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എലിമെന്റ്സിനാണ്, ഓരോ ഐറ്റങ്ങൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് മീന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തെടുത്തിരിക്കുമ്പോൾ വന്നിരിക്കുന്ന എക്സ് വാല്യൂസിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതുമാതിരി വേരിയൻസ് കാണുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ് വാല്യൂസിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ എക്സ് വാല്യൂവിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ മാറ്റങ്ങൾ വരുത്താം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയാണ് മീനിനെ മാറ്റുന്നത് എന്ന് നോക്കാം. അതായത് മീനിനെ കറക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ മീൻ എന്താണ്? ആക്ച്വലി അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് വാല്യൂസ് നമ്മൾ ഐറ്റങ്ങളെല്ലാം ആഡ് ചെയ്യും, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എക്സ് ബാർ കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ തെറ്റായിട്ട് നമ്മളൊരു മീൻ കിട്ടിയിട്ടുണ്ട് 40. അവിടെ നമ്മൾ ഉപയോഗിച്ചത് എക്സ് വാല്യൂസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സ് ബാർ കിട്ടിയത്. അപ്പൊ ഞാൻ കറക്ഷൻ വരുത്തേണ്ടത് എക്സ് വാല്യൂസിലാണ്, അല്ലെങ്കിൽ എക്സ് വാല്യൂസിനെ കൂട്ടിയ സ്ഥലത്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ഇവിടെ ഈ എക്സ് ബാർ ഇപ്പം തന്നിരിക്കുന്ന ആൻസറിൽ എന്താണ് സമ്മേഷൻ എക്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് സമ്മേഷൻ എക്സ്? സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നു? n ഇൻറ്റു എക്സ് ബാർ അല്ലേ? സമ്മേഷൻ എക്സ് നമുക്ക് എങ്ങനെ കിട്ടുന്നു? n ഇൻറ്റു എക്സ് ബാർ ചെയ്യണം. അപ്പൊ ഈ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ n എന്ന് പറയുന്നത് 100 ആണ് ആൻഡ് എക്സ് ബാർ എത്രയാണ്? 40 ആണ്. അപ്പം എനിക്ക് തെറ്റായി കിട്ടിയിരിക്കുന്ന സമ്മ് എത്രയാണ്? 100 ഇൻറ്റു 40 4000 ആണ്. അപ്പൊ ഈ സമ്മ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാ എലിമെന്റ്സിനെയും കൂട്ടിയിട്ടുണ്ട് അല്ലെ? അവിടെ നമുക്ക് കറക്ഷൻ വരുത്താം. അപ്പൊ ഈ കൂട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ തെറ്റായിട്ട് കൂട്ടിയിരിക്കുന്ന രണ്ടാളുകളുണ്ടല്ലോ 40യും 50യും, അവരെ ഞാൻ ഇതിന്ന് മൈനസ് ചെയ്ത് കളയും. അപ്പൊ അവര് പോയി. എന്നിട്ട് കറക്റ്റായിട്ട് വരുത്തേണ്ട രണ്ടാളുകളില്ലേ 60യും 30യും, അവരെ ഞാൻ ഇതിന്റെ കൂടെ ആഡും ചെയ്തു. അങ്ങനെ ഞാൻ ഈ സമ്മിനെ ആദ്യം കറക്റ്റ് ചെയ്തു. സമ്മിനെ കറക്റ്റ് ചെയ്ത ശേഷം ഞാൻ അരിത്തമാറ്റിക് മീനിനെ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് അല്ലെ? അപ്പൊ ഞാൻ കറക്റ്റഡ് സം ആണ് എനിക്ക് ആദ്യം എഴുതേണ്ടത്. കറക്റ്റഡ് സം ഞാൻ എഴുതാൻ പോകുന്നു. അതിന് ഞാൻ സിഗ്മ എക്സ് സി എന്ന് കൊടുക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കറക്റ്റഡ് സം ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ കിട്ടിയ സമ്മാണ് 4000. അതൊന്ന് ഞാൻ ഒഴിവാക്കി കളയേണ്ട ആളുകളെ ഒഴിവാക്കുന്നു. തെറ്റായി ഞാൻ കൂട്ടിയ ആളുകളായിരുന്നു. 40നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു, 50നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു, അവരെ മൈനസ് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്ക് കറക്റ്റായിട്ട് കൂട്ടേണ്ട ആളുകളെ കൂട്ടാം. 16 എനിക്ക് കൂട്ടണം, 13 എനിക്ക് കൂട്ടണം അല്ലെ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ. ഇവിടെ 4000 മൈനസ് 40 മൈനസ് 50, അതായത് മൈനസ് 90 ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് ആരെയാണ്? 60 പ്ലസ് 30 പ്ലസ് 90. അപ്പൊ ഇവിടെ കറക്റ്റഡ് സം എന്താണ്? 4000 തന്നെയാണ്. അതായത് സമ്മിന് മാറ്റം വന്നിട്ടില്ല. ഈ നമ്പേഴ്സ് മാറിയപ്പോൾ സമ്മിന് എന്ത് വന്നിട്ടില്ല? മാറ്റം വന്നിട്ടില്ല. ഫോർ കറക്റ്റഡ് മീൻ എക്സ് ബാർ സി എന്ന് എഴുതാം. നമുക്ക് അതിന് മാറ്റമൊന്നുമില്ല, എന്നാലും നമുക്ക് എഴുതാം സമ്മേഷൻ എക്സ് സി കറക്റ്റഡ് ഡിവൈഡഡ് ബൈ n, ദറ്റ് ഈസ് 4000 ഡിവൈഡഡ് ബൈ n 100 ആയിരുന്നു, 100 ദറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പൊ മീനിന് കറക്ഷൻ ഒന്നും വന്നിട്ടില്ല ആക്ച്വലി. ഇനി നമുക്ക് വേരിയൻസിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറയാം ആക്ച്വൽ കിട്ടിയിരിക്കുന്ന വേരിയൻസ് 25 ആയിരുന്നു അല്ലെ? എങ്ങനെയാണ് വേരിയൻസിനെ നമുക്ക് മാറ്റം വരുത്തുന്നത് നോക്കാം. അപ്പൊ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഈ എക്സ് സ്ക്വയറിൽ സമ്മേഷൻ എക്സ് സ്ക്വയറിലായിരിക്കും നമ്മളെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക.
ഈ സമ്മേഷൻ എക്സ് സ്ക്വയറിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലേ. ആ മാറ്റങ്ങൾ എങ്ങനെ നോക്കാം. ഇവിടെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 എന്ന് കിട്ടിയപ്പോൾ നമുക്ക് ഫോർമുല എന്ത് വന്നിട്ടുണ്ടാവും, സമ്മേഷൻ എക്സ് സ്ക്വയർ, അത് ഏതാണെന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എക്സ് ബാർ, 40 സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എങ്ങനെയാണ് എക്സ് ബാർ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഓർ 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 1600 ഓർ 25 പ്ലസ് 1600 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 1625 എന്ന് നമുക്ക് എഴുതാം. Summation x square divided by 100 is equal to 1625 എന്ന് എഴുതിയിരിക്കുന്നു. Or what is summation x square? Summation x square is equal to 1625 into 100 അല്ലേ. അപ്പോൾ എന്ത് വരുന്നു, 1,62,500 എന്നാണ് വരുന്നത്. അതാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ. ഈ സമ്മേഷൻ എക്സ് സ്ക്വയറിലാണ് നമ്മൾ ഇനി കറക്ഷൻ വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വാല്യൂസിനെ എല്ലാം സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള നമ്മൾ രണ്ട് വാല്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തത് 40യും 50യും. അതായത് 40 സ്ക്വയറിനെയും 50 സ്ക്വയറിനെയും ഞാൻ തെറ്റായിട്ട് ഈ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കറക്ഷൻ വരുത്തുമ്പോൾ തെറ്റായിട്ട് ആഡ് ചെയ്ത രണ്ട് സ്ക്വയറുകളെ 40 സ്ക്വയറിനെയും 50 സ്ക്വയറിനെയും ഇതിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ 30 സ്ക്വയറും 60 സ്ക്വയറിനെയും നമുക്കിവിടെ ആഡ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റഡ് സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ് എനിക്ക് വേണ്ടത്. കറക്റ്റഡ് സം ഓഫ് സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. അതിന് നമുക്ക് സമ്മേഷൻ എക്സ് സി സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,62,500. അതിന്ന് തെറ്റായിട്ടുള്ള രണ്ടുപേരെ സ്ക്വയർ 40 സ്ക്വയർ മൈനസ് 50 സ്ക്വയർ ചെയ്യണം. കറക്റ്റായിട്ടുള്ള രണ്ടാൾക്കാരെ സ്ക്വയറിന് ആഡും ചെയ്യണം. അതായത് 30 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ഇവരെ ആഡും ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ വരിക നോക്കാം. ദിസ് ഈസ് 1,62,500 മൈനസ് 1,600 മൈനസ് 2,500 പ്ലസ് 900 പ്ലസ് 3,600 ഇങ്ങനെ ചെയ്യണം. ഈ രണ്ട് ടേമുകളെ മൈനസ് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും നമ്മൾ ആഡും ചെയ്യണം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,62,900 എന്നുള്ള ആൻസറാണ്. കറക്റ്റഡ് സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ. therefore what is corrected variance? Corrected variance is equal to നമ്മൾക്ക് ഈ കറക്റ്റഡ് സം ഉണ്ടല്ലോ, സമ്മേഷൻ എക്സ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് അവർ കറക്റ്റഡ് എക്സ് ബാർ അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,62,900 ഡിവൈഡഡ് ബൈ n, that is 100 minus corrected x bar square, അത് 40 തന്നെയാണ്, 40 സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ this is equal to 1,629 minus 40 square 1,600. So the answer is equal to 29. അപ്പോൾ കറക്റ്റഡ് വേരിയൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 29 ആണ്. മീനിൽ കറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, 40 തന്നെയാണ് മീൻ. ക്വസ്റ്റ്യൻ, if the roots of the equation x square plus ax minus b is equal to 0 differ by unity, prove that a square plus 4b minus 1 is equal to 0. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മൾ എഴുതുമ്പോൾ ജനറലായിട്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതാറ്. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ്റെ രണ്ട് റൂട്ടുകൾ അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഇവിടെ a എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബി എന്ന് ഇവിടെ വരേണ്ട സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് സി എന്ന് വരേണ്ട സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, മൈനസ് ബി വന്നിട്ടുണ്ട്. അതാണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ റൂട്ടുകൾ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി
മൈനസ് ബി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ബി ആരാണ്? എ ആണ്. മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി. സി ആണ് ഇവിടെ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് അതായത് മൈനസ് എന്നുണ്ട് 4 ഇൻറ്റു മൈനസ് ബി. അപ്പം മൈനസ് 4b മൈനസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടത്. പ്ലസ് 4b ഡിവൈഡഡ് ബൈ 2. ഇതാണ് അതിൻ്റെ റൂട്ടുകൾ കിട്ടിയിരിക്കുന്നത്. അതായത് ഇവർക്ക് 2 റൂട്ടുകളുണ്ട്. ഒരു റൂട്ട് ഏതാണ്? മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b ബൈ 2ഉം മറ്റൊരു റൂട്ട് ഏതാണ്? മൈനസ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ 2 റൂട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ഡിഫർ ബൈ യൂണിറ്റി. അതായത് ഈ 2 റൂട്ടുകളുടെയും ഡിഫറൻസ് 1 ആണ്. യൂണിറ്റി ആണ് അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരെയും മൈനസ് ചെയ്താൽ നമുക്ക് 1 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഗിവൺ മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b ഡിവൈഡഡ് ബൈ 2 അതൊരു റൂട്ട് മൈനസ് അടുത്ത റൂട്ട് ഏതാണ്? മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് ഇവിടെ മൈനസ് അടുത്ത റൂട്ടിൽ ഇവിടെ മൈനസ് വരും. മൈനസ് എ സ്ക്വയർ പ്ലസ് 4b ഡിവൈഡഡ് ബൈ 2. ഈ 2 റൂട്ടുകളെയും ഡിഫറൻസ് കണ്ടാൽ നമുക്ക് 1 എന്ന് വരുമെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ദ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പം നമുക്ക് ഇവരെ ഒന്നിച്ചിട്ട് എഴുതാം. അതായത് മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b. ഇവിടെ ഒരു മൈനസ് 2 പേർക്കും ബാധകമാണ് അല്ലേ? അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് എ വരും. ഒരു മൈനസ് ഓഫ് മൈനസ് വന്നു, അവിടെ പ്ലസ് വരും. പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ എന്തുണ്ട്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b. That can be written as 2 into root of a square plus 4b whole divided by 2 and that is equal to 1 എന്ന് എഴുതാം അല്ലേ? ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 4b ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നിരിക്കും അല്ലേ? നമുക്കിതിന് സ്ക്വയർ ചെയ്യാം. നമുക്ക് റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 4b is equal to 1 square, that is 1. Or നമുക്ക് എഴുതാം a square plus 4b minus 1 is equal to 0. ഇങ്ങനെയാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യുന്നത്.